വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് വ്ളോഗാണ്. അപ്പം ഇന്ന് ഏപ്രിൽ 2, ഇന്നലെ ഏപ്രിൽ 1 ഞാനിങ്ങനെ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ ഫ്രണ്ട് വന്നു, അമ്മയ വന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു സംഭവമായി മാറിയത്. ഓക്കെ, അപ്പം ആ ദിവസത്തെ ഒരു വ്ളോഗാണ്. നമ്മൾ ഫുൾ അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങളാണ്, നമ്മൾ ജസ്റ്റ് അതൊരു വ്ളോഗാക്കി എടുത്തതേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ ചെയ്ത കാര്യങ്ങൾ അന്നത്തെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള സംഭവം ആണ് ഈ വീഡിയോയിലുള്ളത്. അപ്പം നിങ്ങൾ കണ്ടിട്ടായോ? ഇത്ര ക്ലിപ്പ് കണ്ടപ്പം, ഈ കുഞ്ഞു ക്ലിപ്പ് കണ്ടപ്പം സംഭവിച്ചെന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളെക്കാളും നമ്മളെ വീട് പരിചയമുള്ള ചങ്ങായി വീട്ടിൽ നിന്ന് എന്ത് സംഭവിക്കും? അതും ഉറങ്ങുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അമ്മയ കയറി വന്നു. പിന്നെ നടന്നതൊക്കെ ഒരു ചരിത്രമാണ്. ഹായ് ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് അനാമിന്റെ വീട്. ഗൈസ്, നമ്മൾ എങ്ങനെയാണ് ഗേറ്റ് തുറക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഒഴിയാൽ ഗേറ്റ് തുറക്കും. ഇത് ഗേറ്റ് തിരിച്ചു കൂട്ടേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഒരൊച്ച വരും. അന്നേരം ഗേറ്റ് പൂട്ടിയെന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ ഹലോ കൊണ്ടാക്കിയിട്ടായിരുന്നു ഞാൻ. ഓക്കെ എന്ന് കാണാം. അപ്പോൾ നമുക്ക് എല്ലാവരോടും ഹായ് പറയണം. അതാണ് നല്ലൊരു നന്മയുള്ള മനസ്സിൻ്റെ എന്താണ് ഉദാഹരണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കണം. ഓക്കെ, നമ്മൾ പോകുമ്പോൾ ആദ്യം ഒരു പീടിക കാണും. ആ പീടികയിൽ തുറക്കുമ്പോൾ തുറന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ പീടികയിലേക്ക് പോകണം. അതെന്താ, നമ്മളിങ്ങനെ നടക്കുമ്പോൾ പല വണ്ടികളും വരും. വണ്ടികൾ നടന്നാൽ ചത്തുപോകും. അപ്പോൾ അവിടെ എന്ത് വരും? ഫ്ലക്സ് വരും. അതാണ് സംഭവം. ഓക്കെ, പോകുന്നത് അങ്ങോട്ടേക്ക് കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുവന്ന അതാന്റെ മോളെ തീർന്ന്. നമ്മളെ പിന്നെ തട്ടിക്കൊണ്ടുപോയില്ല. തട്ടിക്കൊണ്ടുപോയാലും 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരും. അതാണ് നമ്മള് 2 ദിവസം 1 മണിക്കൂർ. നമുക്കിത് കഴിഞ്ഞിട്ട് കുളിക്കണം. കുളിച്ചിട്ട് കാണാം അമ്പലത്തിൽ പോവാൻ. അമ്പലം എന്ന് പറഞ്ഞാൽ അമ്പലമാണ്. അമ്പലത്തിൽ കൂടുതലൊന്നുമില്ല. AMBA LAM ആണ് അമ്പലം. ഓക്കെ ഗൈസ്, സ്വന്തമായിട്ടില്ല ഗൈസ്. ഇവളെങ്ങളും വേണം. ഇനി നമുക്ക് പീടികയിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, അല്ലെങ്കിൽ നാട്ടുകാർ വെച്ച് നമ്മളെ നോക്കുന്നുണ്ട്. നമ്മൾ വലിയൊരു ഗൈസ്, ഈ വ്ളോഗർമാരെല്ലാം സമ്മതിക്കണം. ഈ നാട്ടുകാരെല്ലാം മുന്നിൽ നിന്നെല്ലാം ഡാൻസ് കളിക്കുന്ന ആൾക്കാരെല്ലാം നമ്മളെല്ലാം ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകുമ്പോ തന്നെ നാട്ടുകാർ മറ്റേ അന്യജീവികളെ പോലെ നോക്കുന്ന അന്യഗ്രഹ കിട്ടിയില്ല. ഞാനും ഇട്ടിട്ടില്ല. അവിടെ ആരും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. പീടിയല്ല, പീടിയയിൽ ഇവൾക്ക് മാത്രമായിട്ട് തുറന്നു വെച്ച പീടിയാണല്ലോ, അതുകൊണ്ട് ആരും ഉണ്ടാവില്ല. സാധനം വാങ്ങിയത് സാധനം നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ആ കടയിൽ വേറെ ആരും ഉണ്ടാവില്ല, നമ്മള് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡയലോഗ് നമ്മള് വീട്ടുകാർക്ക് പ്രത്യുപകാരം ചെയ്യുന്ന രീതിക്കായിരിക്കണം നമ്മുടെ ജീവിതം. നല്ല വീട്. ഞാനാണ് ഇതിന് പ്ലാൻ ചെയ്തത്. ഞാനാണ് ഈ വീടിന് എങ്ങനെ ആർക്കിടെക്ട് ആയിരുന്നു ഞാൻ. ആ വീട്ടുകാർ കേൾക്കണ്ട. ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ അന്റെയാണ്. അപ്പം വേണ്ടവർ ഇവിടെ മക്രേലിയിൽ വരേണ്ടതാണ്. കണ്ണൂർ ജില്ലയില് മക്രേലിയിൽ വരേണ്ടതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഞാൻ ഇങ്ങനത്തെ നല്ല നല്ല ഡിസൈൻസുകൾ പറഞ്ഞു തരും. എന്നിട്ട് തെറ്റിച്ചിട്ട് രണ്ടാളേലും ഒരേ റീല് രണ്ടാളേലും അപ്പുറം ഇപ്പുറം. കാരണം എന്നാണ് കണ്ടന്റ് ക്ഷമം. അതാണല്ലോ അവസ്ഥ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ഇടക്കിടക്ക് വരണം. എന്റെ അവിടെ പോണം. വേറെ എവിടെയും പോവാനില്ല. അപ്പൊ ഏതാ സ്ഥലമുള്ളത്? അപ്പൊ എന്ത് ചെയ്യും? ഉടുക്കാനില്ലാണ്ട് ഇവള് വന്നിട്ട് എന്റെ ഡ്രസ്സ് എടുത്ത് മക്കരയമ്പലത്തിൽ പോകും. അതാണ് സംഭവം. അനാമിന്റെ ഡ്രസ് ഇട്ടിട്ട് നല്ല സുഖമുള്ളതുകൊണ്ട് മിക്കവാറും ഞാൻ ഇതിട്ട് വീട്ടിൽ പോകും. അപ്പൊ ഞാനവിടെ പോകും, വീട്ടിൽ പോകും. അതെടുത്തിട്ട് അവള് വീട്ടിൽ പോകും. അതാണ് നടക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, നമ്മൾ സാധനം വാങ്ങിയതിനു ശേഷം നമ്മളിവിടെ പോന്നു. അമ്പലം. യെസ്, അമ്പലം. ഗൈസ്, ഇതാണ് എന്റെ സഹോദരി.
ഗായ്സ് അതാണ് മലമ്പുഴയ്ക്ക് വേഴാമ്പൽ അല്ല, വേറെ എന്തൊരു വേഴാമ്പൽ. പോണേ ആരെ കണ്ടിട്ട് വേഴാമ്പൽ തന്നെ പറയുന്നു. ചെമ്പോത്തും വേഴാമ്പലിനും ഒരേ കുണ്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഒരേ ബലക്കാണ് അതുകൊണ്ടാണ്. അപ്പൊ ഗൈസ് നമ്മളത് നല്ലതാവണം. നമ്മൾ അമ്പലത്തിലേക്കാണ് വരുന്നത്. അമ്പലത്തിൽ ശാന്തി സമാധാനം. നമ്മൾ നല്ല കുട്ടികളൊക്കെ നമ്മള് മക്കളേരി അമ്പലം കാണിച്ചു തരാം. യെസ് യെസ്, ഇവളല്ല മക്കരേരി അമ്പലം, എന്റെ നാടാണ് മക്കരേരി. അപ്പൊ ഞാൻ ഇത്ര ശാന്തസുന്ദരമായ നാട്ടിലെ എന്റെ മക്കരേരി അമ്പലം, നമ്മളെ നാടിന്റെ മക്കരേരി അമ്പലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഗൈസ് ഇതാണ് നമ്മളെ മക്കരേരി അമ്പലത്തിന്റെ ചിറ. നിങ്ങൾ എന്റെ റീൽസിൽ എന്റെ വീഡിയോസിൽ ഇത്രക്കും വിമ്പിളിച്ചമായ വീഡിയോ കാണുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. കാരണം എനിക്ക് ഇപ്പോഴാണ് ഒരു ടോപ്പിക് കിട്ടിയത്. ടോപ്പിക് കിട്ടുമ്പോൾ എന്റെ ആക്രാന്തം കണ്ടില്ലേ നിങ്ങൾ. ഇതാണ് നമ്മളെ മക്കരേരി അമ്പലത്തിലെ കുളം. ഭയങ്കര രസമുള്ള കുളമാണ്. കൊന്നയെല്ലാം പൂത്തിക്കുന്നുണ്ട്. അത്രക്കും മനോഹരമായ സ്ഥലമാണ് നമ്മളെ. വീണ്ടും കേസ് നമ്മൾ അമ്പലം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഇറങ്ങിയ കൊണ്ട് എങ്ങനെ കയറുമെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അയ്യോ തളർന്നു. മുട്ടുവേദന വന്നു. അപ്പൊ നമ്മളെ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ കൈസ് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം അവളങ്ങ് പോയി. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ.